Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ഈ മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യാമെന്ന്. അത് ഇന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും നാട്ടിൽ പോകാൻ നേരത്തും എപ്പോഴും ഇവിടെ പുറത്ത് പോകാൻ നേരത്തും ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. സോ ഇഫ് യു റിയലി വാണ്ട് നോ എങ്ങനെ ഞാനിത് ചെയ്തതെന്ന്, keep watching. And since you're here, don't forget to like, share and subscribe to my channel so that you can see more of my content. സോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ മേക്കപ്പ് റുട്ടീൻ എന്താണെന്ന്. ഇതിൻ്റെ അകത്ത് ചില പ്രോഡക്ട്സ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ദം. അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആൻഡ് ഐ വിൽ ഓൾസോ ട്രൈ മൈ ബെസ്റ്റ് ടു എക്സ്പ്ലെയിൻ വൈ ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ അഗൈൻ എല്ലാവർക്കും ചിലപ്പോൾ അത് ചേരത്തില്ലായിരിക്കാം. അങ്ങനെ ചേരത്തില്ല എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്താ ചേരുക എന്താ ചേരാത്തതെന്ന്. ആൻഡ് ഒരു ലോങ് റണ്ണിന് ദാറ്റ് വിൽ ആക്ച്വലി ബി വെരി ബെനിഫിഷ്യൽ. സോ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തന്നെ ചേരത്തില്ലായിരുന്നു. പക്ഷേ അഗൈൻ നമ്മളത് ട്രൈ ചെയ്യാണ്ട് അറിയത്തില്ലല്ലോ നമുക്കത് ചേരുവോ ചേരത്തില്ലയോ എന്ന്. സോ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു റിയലിസ്റ്റിക് മേക്കപ്പ് റുട്ടീനാണ് കേട്ടോ. എല്ലാവർക്കും എന്തൊക്കെ വാങ്ങാം എന്തൊക്കെ ചെയ്യാമെന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ആ ഒരു റുട്ടീനിൽ ഇടുന്ന സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചു തരത്തില്ല. ഞാൻ ജസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് റുട്ടീൻ അല്ലെങ്കിൽ മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇപ്പം ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ മുഖം സത്യത്തിൽ ഇരിക്കുക, മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട്. ചില ബ്രേക്ക് ഔട്ടും അതൊക്കെ ഉണ്ട്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് നോർമൽ. ഐ ഡോണ്ട് പേ മച്ച് അറ്റൻഷൻ ടു ഇറ്റ്. കുറച്ചൊന്ന് ഓക്കെ എന്തെങ്കിലും വന്നാൽ ഓക്കെ യെസ് സംതിങ് ഐ കൻ ഡു അബൌട്ട് ഇറ്റ് എന്ന് ആലോചിക്കത്തേ ഉള്ളൂ. പക്ഷേ ഐ ഡോണ്ട് റിയലി ഗെറ്റ് ദാറ്റ് ബോതർഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദിസ് ഇസ് ഹൗ മൈ ഫേസ് ലുക്സ് ലൈക്ക്. ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും എണീറ്റ് രാവിലെ ചെയ്യുന്ന ഒരു കാര്യം ഇസ് ടു വാഷ് മൈ ഫേസ് വിത്ത് ദിസ് സാലിസിലിക് ആസിഡ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. സോ ഇത് എനിക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇഫ് യു ഹാവ് ഒരു സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ, എൻ്റെ ഇസ് ആക്ച്വലി കോമ്പിനേഷൻ സ്കിൻ. സോ എൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് I can't even explain എന്തോരം ഇത് വർക്ക് ചെയ്യുന്നു. സോ ഇഫ് യു ഗൈസ് ഹാവ് സെൻസിറ്റീവ് സ്കിൻ, സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓവർ സെൻസിറ്റീവ് അല്ല, എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും പ്രശ്നമുള്ള സ്കിൻ ടൈപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ കുറച്ച് ഓയിലി സ്കിൻ അല്ലെങ്കിൽ കുറച്ച് ചില സമയത്ത് എന്തെങ്കിലും ക്രീം മാറ്റി യൂസ് ചെയ്താൽ ചിലപ്പോൾ കുരുര അങ്ങനത്തെ ഒക്കെയുള്ള ഒരു സ്കിൻ ടൈപ്പിന് ദിസ് ഈസ് അമേസിങ്. ഐ തിങ്ക് ഐ ഹവ് ബീൻ യൂസിങ് ദിസ് ഫോർ ദ പാസ്റ്റ് 3 years. ആൻഡ് ഈ ഒരു സാധനം വാങ്ങിയുണ്ടല്ലോ, ഐ എം പ്രിറ്റി ഷുവർ ദിസ് ലാസ്റ്റ് ഫോർ ഒരു 7-8 മാസം. സോ ദിസ് ഇസ് വെരി വെരി നൈസ്. ഐ കാൺ ഈവൻ സ്ട്രെസ് ദിസ് ഇനഫ്. ദിസ് ഇസ് റിയലി നൈസ്. ദ ഓൺലി പ്രോബ്ലം ഈസ് ഒത്തിരി നമ്മൾ യൂസ് ചെയ്താൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ബിക്കോസ് ഇറ്റ് ഹാസ് സാലിസിലിക് ആസിഡ് ഇൻ ഇറ്റ്. പക്ഷെ ദിസ് തിങ് ഇസ് റിയലി നൈസ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. ദിസ് ഇസ് റിയലി നൈസ്. കുരു വരുന്ന സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ട്രൈ ദിസ്. ഐ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി ഇഫ് യു ആർ എ ഗേൾ യു വിൽ ഗോ ത്രൂ ഹോർമോണൽ പ്രോബ്ലംസ് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ഓൾ ഓഫ് ദോസ് പ്രോബ്ലംസ്. സോ ആ സമയത്ത് 1-2 കുരു വരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറച്ചിങ്ങനെ ബംപിനെസ്, ഈ ചില ആൾക്കാർക്ക് ഫോർഹെഡിൽ ഇങ്ങനെ ബംപിനെസ് അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ ബംപിനെസ് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര റെഡ് പിമ്പിൾസ് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ദിസ് ഇസ് റിയലി ഗുഡ്. ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ഫ്രം ദുബായ്. ഞാൻ US വരുന്നതിന് മുമ്പ് 2 വാങ്ങി ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വന്നതാണ്. സോ നിങ്ങൾ എവിടെ ആണെങ്കിലും ഐ എം പ്രിറ്റി ഷുവർ യു വിൽ ഗെറ്റ് ദിസ്. ഐ തിങ്ക് ദിസ് ഇസ് എ കൊറിയൻ ബ്രാൻഡ്. സോ കിട്ടുകയാണെങ്കിൽ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഓക്കെ, ഐ കാൺ സ്ട്രെസ് ദിസ് ഇനഫ്. ദിസ് ഇസ് റിയലി നൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് തിങ് which I recommend അല്ലെങ്കിൽ which I suggest is this one. എൻ്റെ ദൈവമേ, this is so good. ആദ്യം നമ്മളിത് ചുണ്ടിൽ തേക്കാൻ നേരത്തെ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു സെൻസേഷനും ഒരു ഫീലും ഒക്കെ വരും. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ദാറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് യു നോ ഇറ്റ് ഈസ് വർക്കിംഗ്. ഇത് ആദ്യം ഞാൻ ഐ തിങ്ക് അത് ഫോർ ദ ഫസ്റ്റ് 2-3 months ഞാനിത് ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നേ. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുണ്ടിൽ ഭയങ്കര ഒരു കർപ്പൂരത്തിൻ്റെ ഒരു മണമൊക്കെ ആയിരുന്നു. മണമല്ല, ഒരു ടിംഗ്ലി സെൻസേഷൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇതിപ്പോൾ എൻ്റെ ചുണ്ടിൽ തേച്ചാൽ എനിക്ക് അറിയത്തില്ല. വാട്ട് ഐ എം ട്രൈയിങ് ടു സേ ഈസ് ദിസ് വർക്ക്സ്. എനിക്കറിയത്തില്ല ഇത് എത്ര പേര് വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ എല്ലാ ഷോർട്ടിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കഴിഞ്ഞ 2-3 വർഷത്തെ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത് ആക്ച്വലി ഞാൻ സത്യത്തിൽ കണ്ടുപിടിച്ചത് ഞാൻ ക്രൂ ആയിരുന്നുകൊണ്ടിരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ മിക്ക ക്രൂവിൻ്റെ ആയാലും അപ്പാരൻ്റ്ലി മിക്ക ആളുടെ ആയാലും ദേ ഹാഡ് ദിസ്. ആൻഡ് ദെൻ ഐ വാസ് ഇത് എന്തുവാ സംഭവം, എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടെങ്കിൽ മേ ബി ഇതൊരു സംഭവമായിട്ടുള്ളൊരു സാധനമായിരിക്കും. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. ആൻഡ് എവർ സിൻസ് I've not stopped. ഞാൻ എല്ലാ ദിവസവും, അത് ഞാൻ മാത്രമല്ല സൗരു ആണെങ്കിലും, ഐ മീൻ ഈവൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും തേക്കത്തില്ല. പക്ഷേ
എന്നാലും ലൈക്ക് ദിസ് ഇസ് സോ നൈസ്, ദിസ് ഇസ് സോ എന്താ ഐ തിങ്ക് വെരി നാച്ചുറൽ ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ഐ എം പ്രിറ്റി ഷുവർ ദിസ് ഇസ് ലൈക്ക് റിയലി നൈസ്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗൂഗിൾ നോക്കി അറിയാമായിരിക്കും എന്ന്. സോ ഇഫ് യു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആൻഡ് ലൈക്ക് എന്തോ സാധനം എന്നൊക്കെ അറിയണമെങ്കിൽ ഐ ഡോണ്ട് നോ, ഗൂഗിൾ ഇറ്റ്. ബട്ട് ദിസ് ഇസ് റിയലി നൈസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എൻ്റെ ഒരു 5-6 പാക്കറ്റ് ഉണ്ടായിരിക്കുമെന്ന്. ഇവിടെ വീട്ടിൽ വെറുതെ കുറേ പാക്കറ്റ്സുകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് റിയലി നൈസ്. ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് പ്ലെയിൻ ആണ്, പക്ഷേ ഐ ഓൾസോ ഹാവ് സ്ട്രോബെറിയുടെ. That is also very nice. If you guys haven't tried it, I recommend go try this, okay? So അത് ഞാനിപ്പോൾ എൻ്റെ ചുണ്ടിൽ തേച്ചിട്ടുണ്ട് ജസ്റ്റ് ഫോർ ലൈക്ക് ഒന്ന് മോയ്സ്ചറൈസ് ആവാം. കാരണം ഈ സാൽസിലിക് ആസിഡ് തേച്ച് വാഷ് ചെയ്ത് കഴിയുന്ന നേരത്ത് സ്കിൻ ആക്ച്വലി കുറച്ചൊന്ന് ഡ്രൈ ആവും. ആ സമയം നമ്മൾ ഒന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ല. ലൈക്ക് എല്ലാവരും ഇത് കാണിച്ചുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമെന്ന്. സോ ഓബ്വിയസ്ലി എല്ലാവരുടെയും കയ്യിലുള്ള സെയിം മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സെറവിയുടെ. ദിസ് ഇസ് വെരി നൈസ് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൺലൈനിൽ കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഐ തിങ്ക് ദിസ് ഇസ് എ US ബ്രാൻഡ്. US-ന്ന് എന്താ ടിക്ടോക്ക് കാരണം ഫേമസ് ആയ ഒരു ബ്രാൻഡ് കൂടാണിത്. ഇത്ര അപ്ലൈ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. ബട്ട് ദിസ് മോയ്സ്ചറൈസർ ഇസ് റിയലി ഗുഡ്. ആൻഡ് അഗൈൻ ലൈക്ക് ദിസ് ഇസ് എ ബിഗ് ഡപ്പ. സോ വാങ്ങിയാലും ലൈക്ക് ഇറ്റ് വോണ്ട് ഫിനിഷ് പ്രിറ്റി ഫാസ്റ്റ്. കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാം. So yeah, I mean and this is also really good for like sensitive skin, like override sensitive ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. That's how I started using it. ചില ആൾക്കാർ മുഖത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ടിരിക്കും. അത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ you should never skip moisturizer. You always want your skin to feel hydrated and moisturized. So never skip your moisturizer. If you don't use moisturizer, skin can become really like dry and wrinkly and all of that. അതില്ല നിങ്ങൾക്കില്ല എങ്കിൽ you're one of the lucky ones. പക്ഷേ I would really recommend you guys start using a moisturizer. This is another moisturizer which I have. This is from Rhode. Honestly, I don't know if I recommend this കാരണം ഇത് ഭയങ്കര ബട്ടറി. ഓക്കെ, യൂഷ്വലി ലൈക്ക് I used to be really scared of like trying ഇങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ്. കാരണം I always thought like എൻ്റെ മുഖത്ത് കുരു വരും. ലൈക്ക് ഒബ്വിയസ്ലി എൻ്റെ ഇപ്പം കുറച്ചുകൂടെ ഒരു കോമ്പിനേഷൻ സ്കിൻ പോലായി. പക്ഷെ നേരത്തെ ലൈക്ക് ഇറ്റ് വാസ് റിയലി ലൈക്ക് സെൻസിറ്റീവ് പോലെ. സോ ഐ യൂസ് ടു ബി റിയലി സ്കെയർഡ്. ഐ വാസ് ലൈക്ക് ഓ ഷിറ്റ്, ചിലപ്പോൾ ഇത്രയും ഓയിലി ആയിട്ടുള്ള ഒരു ക്രീം അപ്ലൈ ചെയ്താൽ ചിലപ്പം എൻ്റെ മുഖത്ത് കുരു വരുമെന്ന്. പക്ഷെ ഐ ഡോണ്ട് നോ ഫോർ സം റീസൺ. ഓക്കെ, ചിലപ്പോൾ ഇതൊരു ക്ലീൻ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കാം. ജസ്റ്റിൻ ബീബറിൻ്റെ ഭാര്യയുടെ ആണിത്, ഹെയ്ലി ബീബറിൻ്റെ. സോ അവർ റിലീസ് ചെയ്ത ബട്ടർ ക്രീമാണിത്. യൂഷ്വലി ഞാനിത് തേക്കുന്നത് സോണ്ടി വെൻ ഐ എം പുട്ടിങ് മൈ ഫൗണ്ടേഷൻ. കാരണം ഫൗണ്ടേഷൻ ഇടാൻ നേരത്ത് മുഖം കുറച്ചൊന്ന് നല്ലതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആയ ഒരു എണ്ണമയം ഉണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ ഇങ്ങനെ നന്നായിട്ട് സ്ലൈഡോ ആവത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡ് ഇപ്പം സെറവിയുടെ മുകളിൽ അപ്ലൈ ചെയ്തത്. ആൻഡ് ഒത്തിരി ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ലൈക്ക് ഭയങ്കര ഓയിലി. ഫൗണ്ടേഷൻ ഇടുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തത്. ഫൗണ്ടേഷൻ ഇടാത്ത ദിവസങ്ങളിൽ ഞാനിത് ഇടാറില്ല. ബിക്കോസ് എനിക്ക് മുഖം അങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ആൻഡ് ഇഫ് യു ന്യൂ മീ ഫ്രം ബിഫോർ, നിങ്ങൾക്കറിയാം എൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ അണ്ടർ ഐസ് ആണ്. ഐ എം പ്രിറ്റി ഷുവർ എല്ലാവർക്കും അണ്ടർ ഐസ് അവരുടെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി ആണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിൻ്റെ അടി എന്താ ഇങ്ങനെ ആയെന്ന്. നേരത്തെ ഒന്നും ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക് പേ മച്ച് അറ്റൻഷൻ ടു ഇറ്റ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായം ആയതുകൊണ്ടായിരിക്കും ലൈക്ക് ഐ ഫീൽ റിയലി ലൈക്ക് പുറത്തൊക്കെ കൺസീലർ ഇടാണ്ട് പോകാനൊക്കെ എനിക്ക് കുറച്ചൊന്ന് ശമ്പളമാണ് കേട്ടോ. പ്രോബ്ലി ബിക്കോസ് എല്ലാവരുടെയും കണ്ണിൻ്റെ അടി കുറച്ചൊന്ന് വെളുത്തിട്ടല്ലേ. എനിക്കൊന്നും എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മൂമ്മ, എൻ്റെ അച്ഛൻ്റെ, ഐ എം ടോക്കിംഗ് അബൌട്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബം. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ എല്ലാവരുടെയും കണ്ണിങ്ങനെ കുഴിക്കണ്ണാണ്. എൻ്റെ അച്ഛൻ്റെ കണ്ണ് കുഴിക്കണ്ണാണ്. എൻ്റെ അമ്മൂമ്മയുടെ, എന്നെ കാണാൻ എൻ്റെ അമ്മൂമ്മനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അമ്മൂമ്മയുടെ കണ്ണ് കുഴിക്കണ്ണ, എൻ്റെ അപ്പച്ചിയുടെ കണ്ണ് കുഴിക്കണ്ണ. എൻ്റെ അങ്ങനെ അച്ഛൻ്റെ കുടുംബത്തിലെ മിക്ക ആൾക്കാരുടെയും കണ്ണ് കുഴിക്കണ്ണാണ്. പക്ഷേ കൊച്ചുമക്കളുടെ ഒന്നും കുഴിക്കണ്ണല്ല. സോ എനിക്കറിയത്തില്ല എന്നെ മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന്. ബട്ട് എൻ്റെ കണ്ണ് കുഴിക്കണ്ണ. അതുകൊണ്ട് ഐ ഓൾവേസ് അപ്ലൈ കൺസീലർ. ഓക്കെ, ഞാൻ കണ്ണിൽ കൺസീലർ ഇടാണ്ട് യൂഷ്വലി പുറത്തോട്ട് ഇറങ്ങാറില്ല. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ വൺ തിങ് വിച്ച് ഐവ് നോട്ടിസ്ഡ്, ഓക്കെ, ഐ ഡോണ്ട് നോ ഇത് എത്ര ശരിയാണെന്ന്, ബട്ട് വൺ തിങ് വിച്ച് ഐവ് നോട്ടിസ്ഡ് ഇസ് ഞാൻ എൻ്റെ കൺസീലർ ഇട്ട് അത് ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ച് ഇടാൻ നേരത്തും ഇറ്റ് ലുക്സ് എ ലിറ്റിൽ ക്രീസി. ഐ തിങ്ക് ദാറ്റ് ഇസ് ബിക്കോസ് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ അത്ര മോയ്സ്ചറൈസർ ഇല്ലാത്തത് കൊണ്ടാണെന്ന്. സോ ഐ ഓൾവേസ് ലൈക്ക് കുറച്ചൊന്ന് ഐ ക്രീം ഇടും. അത് എന്തിൻ്റെ ഐ ക്രീം ആണെങ്കിലും ഇടാം. ഇത് ക്ലിനിക്കിൻ്റെ ആണ്.
ഐ ക്രീം വിച്ച് ഐ എം യൂസിങ്. ആൻഡ് ദെൻ ക്ലിനിക്കിൻ്റെ ഐ ക്രീം ഞാൻ ഇട്ടു ജസ്റ്റ് ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ട്രൈ ആ ക്രീസ് ഇല്ലാണ്ട് എങ്ങനെ ഒരു സ്മൂത്ത് ഒരു ഒരു നല്ലൊരു ഫിനിഷ് കിട്ടുന്നെന്ന്. ആൻഡ് റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കറിയത്തില്ല എല്ലാവരുടെയും കയ്യിൽ സെറ്റിംഗ് സ്പ്രേ ഉണ്ടോ എന്ന്. ഇതെൻ്റെ പുതിയ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ബട്ട് ഐ സോ ദാറ്റ് കുറച്ച് സെറ്റിംഗ് സ്പ്രേ ലൈക്ക് ഒബ്വിയസ്ലി മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒന്ന് കണ്ണിൻ്റെ അടിയിലൊന്ന് ട്രൈ ചെയ്താൽ മതി എന്ന്. ഐ ഡോണ്ട് നോ, ലെറ്റ് മീ ഐ മീൻ ഇതിപ്പോൾ ഞാനൊരു എനിക്ക് മേക്കപ്പ് വീഡിയോ ആയതുകൊണ്ട് സമയമുള്ളതുകൊണ്ട് ഐ റിയലി വാണ്ട് ടു ടെസ്റ്റ് ദിസ് ഔട്ട്. കയ്യിൽ ഞാൻ കുറച്ച് അടിച്ചു. ജസ്റ്റ് കുറച്ചൊന്ന് ടു മേക്ക് ഷുവർ I can feel ഒരു ഗ്ലും. സോ ലെറ്റ് സീ ഇഫ് ദിസ് വിൽ വർക്ക്. കാരണം എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ക്രീസ് ഇഷ്ടമല്ല, പക്ഷെ ലൈക്ക് പ്രോബ്ലി ബിക്കോസ് എൻ്റെ കണ്ണ് കുഴിക്കണ്ണായതുകൊണ്ടായിരിക്കാം ആ ഒരു ക്രീസ് വരുന്നത്. വേറൊരാളുടെ കണ്ണിൻ്റെ അടിയിൽ തേച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആ ക്രീസ് വരുമെന്ന്. ബട്ട് എനിവേസ് ഓക്കെ, എനിവേസ് ഇനിയും ഇത് ഞാൻ അപ്ലൈ ചെയ്തു. ഇത് ജസ്റ്റ് ഒരു പുതിയൊരു സ്റ്റെപ്പാണ്. യു ഡോണ്ട് ഹാവ് ടു ട്രൈ ദിസ്. ഇതല്ലാണ്ട് ബാക്കി എല്ലാം നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ ദിസ് ഈസ് എ ഫൗണ്ടേഷൻ വിച്ച് ഐ എം യൂസിങ്. ഇത് ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. എനിക്കറിയാം അത് കുറച്ച് പ്രൈസി സൈഡിലാണെന്ന്, പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫൈൻഡ് യുവർ ഫൗണ്ടേഷൻ. ഓക്കെ, ബിക്കോസ് ഫൗണ്ടേഷൻ വിൽ എന്താ പറയുക ഐദർ മേക്ക് യു ഓർ ബ്രേക്ക് യു എന്നുള്ളൊരു സിറ്റുവേഷനാണ് യൂഷ്വലി വിത്ത് ഫൗണ്ടേഷൻ. So the one which I'm using right now is from Dior. ഇത് സത്യത്തിൽ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ക്രീം സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇനീഷ്യലി ഞാനിത് വാങ്ങുന്നത് I was a little hesitant. I was like, Dior വാങ്ങണോ, Dior is very expensive and all of that. പക്ഷേ this is 3WO, okay? That is the name of the shade. Diorൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ they don't have എല്ലാ kinds of shades, okay? Like നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയുന്ന കുറേ സ്കിൻ ടോൺസ് ഉണ്ട്. ഡിയോറിൻ്റെ തന്നെ വാങ്ങാൻ പോയാൽ യു വിൽ റിയലി ഹാവ് ടു സിറ്റ് ദർ ആൻഡ് ഫൈൻഡ് ഔട്ട് നിങ്ങളുടെ ഷെയ്ഡ് ഉണ്ടോ എന്ന്. നിങ്ങളുടെ ഷെയ്ഡ് ഇല്ല എങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അവരുടെ ഇങ്ങനത്തെ സ്റ്റിക്ക് ഫൗണ്ടേഷനും ഉണ്ട്, അതല്ലാണ്ട് മറ്റേ ലിക്വിഡ് ഫൗണ്ടേഷനും ഉണ്ട്. ഫോർ മീ ഐ ഫൈൻഡ് ദിസ് വെരി കൺവീനിയൻറ്റ്. മറ്റേ ലിക്വിഡ് ആണെങ്കിൽ ഞാൻ ഇതിട്ട് ഞാൻ ബ്രഷ് എടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കയ്യിൽ ബാക്കി ലൈക്ക് അങ്ങനത്തെ കുറേ മെസ്സൊക്കെ ഉണ്ടാവും. So I thought I'll try this and I don't know, ഞാനിത് വാങ്ങാൻ പോകുന്നിടത്ത് I actually went to buy something else, okay? വേറെ ഒരു ഫൗണ്ടേഷൻ വാങ്ങാനാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ രണ്ടിൻ്റെയും പ്രൈസ് നോക്കാൻ നേരത്ത് ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു ആരോ ഡിയോറിൻ്റെ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അവിടെ ചെന്ന് പ്രൈസ് നോക്കാൻ നേരത്ത് ഞാൻ വാങ്ങേണ്ട ഫൗണ്ടേഷന് ഇതിനേക്കാട്ടിലും എന്തോ $10 ലെസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് $10 ലെസ് ആണെങ്കിൽ എന്നാൽ പിന്നെ വൈ നോട്ട് ബൈ ഡിയോർ. അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ എനിക്കറിയാം ദാറ്റ്സ് അനദർ തിങ് വിത്ത് അസ് ഇന്ത്യൻസ് എസ്പെഷ്യലി, ഓക്കെ? നമ്മളാണെങ്കിൽ ഐ ഡോണ്ട് നോ ഫോർ സം റീസൺ നമ്മളാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ലൈക്ക് യു എക്സ്പെൻസീവ് ആണ്, അയ്യോ എനിക്കത് യൂസ് ചെയ്യണ്ട അല്ലെങ്കിൽ എനിക്ക് വാങ്ങണ്ട. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും മണി മൈൻഡഡ് ആണ്, നമ്മൾ പൈസനെ കുറിച്ച് ആലോചിക്കും. പക്ഷേ ലൈക്ക് വെൻ യു പുട്ടിങ് സംതിങ് ഓൺ ടു യുവർ സ്കിൻ, റൈറ്റ്, എസ്പെഷ്യലി നമ്മുടെ മുഖത്ത് എന്തിട്ടാലും യു വിൽ ഹാവ് ടു ബി റിയലി കെയർഫുൾ. കാരണം എന്താ ഹൗ ഡു ഐ സേ ഇറ്റ്, ലൈക്ക് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും നോക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി പാർട്ട് ഒന്നും നമ്മൾ നോക്കിയില്ലെങ്കിലും നമ്മളെപ്പോഴും നോക്കുന്ന ഒരു കാര്യം നമ്മുടെ മുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയാൽ ആൾക്കാർ എപ്പോഴും കാണുന്നത് നമ്മുടെ മുഖമാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഓൺ യുവർ ഫേസ് എസ്പെഷ്യലി. ലൈക്ക് ബാക്കി ലൈക്ക് ഐ ഡോണ്ട് നോ ബാക്കി അതെല്ലാം ആൾക്കാരുടെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ നമ്മൾ മുഖം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെന്ന് പറയുന്നത് എന്താ, നമ്മുടെ മുഖവും നമ്മുടെ എന്താ ആൾക്കാർക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ആൻഡ് എസ്പെഷ്യലി ലൈക്ക് സ്റ്റാർട്ട്സ് വിത്ത് അവർ ഫേസ്, അവർ സ്മൈൽ, അവർ ഐസ് ആൻഡ് എവറിഥിങ്, റൈറ്റ്? സോ ഇഫ് യു പുട്ടിങ് എനിത്തിങ് ഓൺ ടു യുവർ സ്കിൻ, ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദാറ്റ് യു ബൈ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബൈ ക്വാളിറ്റി പ്രോഡക്ട്സ്. സോ ഞാൻ ഡിയോർ എല്ലാവരും നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഐ ആക്ച്വലി ബോട്ട് സെഫോറയെന്ന് തന്നെ വേറൊരു ബ്രാൻഡായിരുന്നു. ഐ തിങ്ക് സെഫോറ എന്ന് പറഞ്ഞ ബ്രാൻഡും ഉണ്ട്, ഫെൻറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് ഫൗണ്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നമുക്ക് നമ്മളുടെ കറക്റ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ കിട്ടണം. പിന്നെ ചില ഫൗണ്ടേഷൻ നമ്മുടെ മുഖത്ത് ഇട്ടിട്ട് കുറച്ച് കഴിയാൻ നേരത്ത് അത് ഓക്സിഡൈസ് ആവും ആൻഡ് നമ്മുടെ മുഖം ഡാർക്ക് ആവും. സോ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫൈൻഡ് റൈറ്റ് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ. സോ ദ ഫൗണ്ടേഷൻ വിച്ച് ഐ എം യൂസിങ് ഇസ് ഡിയോറിൻ്റെ. ആൻഡ് ഇൻ കേസ് പൈസ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ ആ ഒരു ഇതുണ്ടെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദാറ്റ് യു ബൈ ഡിയോർ. സോ ഡിയോറിൻ്റെ സിൻസ് ദിസ് ഇസ് ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ, ഓൾ ഐ ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഫിനിറ്റോ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഐ ടേക്ക് എ ബ്രഷ്. ദിസ് ഇസ് ഫ്രം
പാട്രിക് ടാ, ഇതും ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ബ്രഷാണ് കേട്ടോ. നേരത്തെയൊക്കെ ഞാനാണെങ്കിൽ കൈവച്ചായിരുന്നു, അല്ലെങ്കിൽ ലൈക്ക് എൻ്റെ ബ്ലെൻഡർ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു യൂസ് മൈ ബ്ലെൻഡർ. പക്ഷേ ഐ ഫൈൻഡ് ഇറ്റ് ലൈക്ക് നൗ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് എ ബ്രഷ്, ഐ ഫൈൻഡ് ഇറ്റ് റിയലി ലൈക്ക് നൈസ് ദാറ്റ് എൻ്റെ കൈ മെസ്സി ആക്കണ്ട, ബ്ലെൻഡർ ഇങ്ങനെ ഞാൻ ആക്കണ്ട. ഐ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ഐ ജസ്റ്റ് ഹാവ് ടു ലൈക്ക് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്നതല്ല, ഐ ജസ്റ്റ് ഹാവ് ടു ലൈക്ക് ഡു ദിസ് ആൻഡ് ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ഐ നോ എല്ലാവർക്കും ബ്രഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാന്ന്, പക്ഷേ ദാറ്റ് പ്രോബ്ലി മൈറ്റ് ബി ബിക്കോസ് എന്താ നല്ല ബ്രാൻഡഡ് ബ്രഷ് യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. സോ ഐ മീൻ ഈ പാട്രിക് ടാ ഒക്കെ ഉണ്ടെങ്കിൽ ഐ മീൻ ഐ വുഡ് റിയലി സജസ്റ്റ് ദാറ്റ് യു ബൈ ഇറ്റ്. ഓക്കെ, കാരണം എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമ്മുടെ മുഖത്ത് കാണുന്നത്. നേരത്തെയൊക്കെ ഐ യൂസ് ടു പുട്ട് ഓൺ എന്താ ബിഫോർ ഐ പുട്ട് മൈ ഫൗണ്ടേഷൻ ഞാനാണെങ്കിൽ പ്രൈമർ ഇടുമായിരുന്നു. ഇൻഫാക്ട് ഐ ആക്ച്വലി ലവ് പ്രൈമർ. ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയ പ്രൈമർ ഞാൻ സത്യത്തിൽ കാണിച്ചു തരാം. ദിസ് ഇസ് എ പ്രൈമർ ഞാൻ ദുബായിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് സെഫോറോ. എന്നെ സെഫോറോയുടെ പ്രൈമറാണ്. ആൻഡ് ദിസ് ഇസ് എ ലിക്വിഡ് പ്രൈമർ. ഇത് അനദർ തിങ്, ദർ ആർ ഐ മീൻ നോട്ട് ഗോണ ലൈ, ഒത്തിരി പ്രൈമേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. ദർ ആർ സോ മെനി പ്രൈമേഴ്സ്. പക്ഷേ വി നീഡ് ടു ബൈ വാട്ട് ഈസ് റിയലിസ്റ്റിക് ഫോർ അസ്, റൈറ്റ്? ഐ മീൻ എന്താ ഒത്തിരി പൈസ കൊടുത്തിട്ട് വി കാൺ ബൈ എ സ്മോൾ ട്യൂബ് അല്ലെങ്കിൽ സ്മോൾ ബോട്ടിൽ. ഓക്കെ, ചില ആൾക്കാരങ്ങനെ വാങ്ങും. പക്ഷെ ലൈക്ക് ഒരു റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ്, ഐ മീൻ വെൻ യു ആർ ബൈയിങ് സംതിങ്, വൈ നോട്ട് സംതിങ് ഇത്രയും, സോ ദാറ്റ് ഇറ്റ് ലാസ്റ്റ് ഫോർ കുറേ മാസം. ആൻഡ് ഇസ്n't that what you want? സോ യാ, ഫൗണ്ടേഷൻ മാത്രം ഇട്ടിട്ട് മുഖം കാണാൻ നേരത്തെ എന്തോ പോലെ. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, ഫസ്റ്റ് തിങ്, ഫൈൻഡ് യുവർ ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഫൈൻഡ് യുവർ ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ. ബട്ട് യാ, അതിനുശേഷം ഐ ഹാവ് 2 കൺസീലേഴ്സ്. ഓക്കെ, യൂഷ്വലി ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങാറില്ല. ഞാൻ ഒരു സാധനം തീർന്നിട്ട് ഞാൻ അടുത്ത സാധനം വാങ്ങാറുള്ളൂ. ഐ ഹവ് ഓൾവേസ് ബിൻ യൂസിങ് ബെനിഫിറ്റിൻ്റെ ഫൗണ്ടേഷൻ. സോ ദിസ് ഇസ് എ ഷെയ്ഡ് 6.5. Again, like even concealer വാങ്ങാൻ നേരത്തും you will have to understand, അല്ലെങ്കിൽ you will have to find out your shade. Okay, it is very important. ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ there is no point, സത്യം പറഞ്ഞ. And finding out your shade, എൻ്റെ ദൈവമേ, it's a task. പക്ഷെ ഒരു പ്രാവശ്യം കഷ്ടപ്പെട്ടാൽ മതി. പിന്നെ ലൈക്ക് പിന്നെ യു ക്യാൻ ലൈക്ക് സ്റ്റിക്ക് ടു ദ സെയിം. എസ്പെഷ്യലി ലൈക്ക് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇടുന്ന കൺസീലർ ഷെയ്ഡ് ഷുഡ് ഓൾസോ മാച്ച് യുവർ ഫൗണ്ടേഷൻ. ഇട്ട് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് തിങ് വിച്ച് ഐ ഡു ഇസ് സെറ്റ് മൈ കൺസീലർ. സോ ദിസ് ഇസ് ദ വൺ വിച്ച് ഐ എം യൂസിങ്. ട്രാൻസ്ലൂസൻറ്റ് ഹണി എന്നാണ് ഇതിൻ്റെ പേര്. ദിസ് ഇസ് ഫ്രം ലോറ മെർസിയർ. കൺസീലർ ഇടുവാണെങ്കിൽ എന്തോന്നാലും യു നീഡ് ടു സെറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഇത്. ആൻഡ് യൂഷ്വലി ഇതും ഐ ഗോട്ട് ഫ്രം എനിക്ക് ലോറ മെർസിയറിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണെന്ന്. ഐ തിങ്ക് നേരത്തെ പ്രീവിയസ് പാക്കേജിങ്ങിൽ കിട്ടിയതാണ്. പക്ഷെ അതില്ലേലും യു ക്യാൻ ജസ്റ്റ് ബൈ ഈ ഒരു തിങ് ഫ്രം സെഫോറ. ഓക്കെ, ലൈക്ക് ഓൾ ദ പ്രോഡക്ട്സ് വിച്ച് ഐ ഹാവ് ആർ ഫ്രം സെഫോറ. സോ ഇത് 10 സ്ഥലത്ത് നോക്കി പോകേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ സെഫോറ സാധനങ്ങളും തന്നെയാണ്. I'll set my my concealer. And another thing, right, you don't really have to buy ഇത് തന്നെ. ഹുദ ബ്യൂട്ടിയുടെ ഒരു പുതിയതല്ല, കുറേ ആയിട്ടുള്ളതാണ്. ബേക്കിംഗ് പൗഡർ കിട്ടും. യു ക്യാൻ ഓൾസോ യൂസ് ദാറ്റ്. അപ്പാരൻ്റ്ലി ഇറ്റ് ഈസ് അമേസിങ്. മേ ബി ഇത് തീർന്നു കഴിയാൻ നേരത്ത്, ഐ മീൻ ഐ ഡോണ്ട് നോ, ആ ഒരു സമയത്ത് ഇഫ് അത് സ്റ്റിൽ ട്രെൻഡിങ് ഐ വുഡ് ബൈ ഇറ്റ്. സെറ്റ് എവ്രിതിങ്. എനിക്ക് മുഖം ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട എൻ്റെ റോഡിൻ്റെ മോയ്സ്ചറൈസറും എൻ്റെ ഫൗണ്ടേഷനും എൻ്റെ എല്ലാം ഞാൻ എൻ്റെ ലോറ മെർസിയർ പൗഡർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഒരു പൗഡറി ലുക്ക് ആൻഡ് നോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ലുക്ക്. അതിനുശേഷം ഐ ടേക്ക് മൈ ബ്ലഷ്. നൗ ടോക്കിംഗ് അബൌട്ട് ബ്ലഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കൊരു റോസി ചീക്സ് ഒക്കെ കിട്ടണമെങ്കിൽ ബ്ലഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ ബ്ലഷ് വിച്ച് ഐ എം യൂസിങ് ഇസ് ഫ്രം പിക്സി. ഓക്കെ, ആൻഡ് വൺ ഗുഡ് തിങ് അബൌട്ട് ദിസ് ഇസ്, അഗൈൻ ടോക്കിംഗ് അബൌട്ട് ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് സൈഡ്, യു ബൈ ദിസ് ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ ക്വൈറ്റ് സം ടൈം. ലൈക്ക് ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ആ ഒരു ബ്ലഷോ അല്ലെങ്കിൽ ഒരു I don't know, ചില ആൾക്കാർ ബ്ലഷിൻ്റെ പൗഡർ യൂസ് ചെയ്യും. ബട്ട് ഫോർ മീ ഐ റിയലി ലവ് ദിസ്. ഓക്കെ, ദിസ് വിൽ ലാസ്റ്റ് ഫോർ ക്വൈറ്റ് സം ടൈം. I don't know how long I've been using it, പക്ഷേ this is
amazing. And even like ഇപ്പോൾ for example ഞാൻ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും like after some time my skin will absorb it, so it will not be as bright. കുറച്ചിടുക, എൻ്റെ പാട്രിക് ടൈൻ്റെ ബ്രഷ് തന്നെ എടുക്കുക. ഐ യൂസ് ദിസ് സൈഡ്. ചിരിക്കുക, കുറച്ച് കൂടുതലുണ്ടെങ്കിലും മൈൻഡ് ചെയ്യണ്ട, കാരണം again your skin will absorb it. And this is why we say മുഖത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ we need to use good products, കാരണം നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്യും. ആൻഡ് again ആ അബ്സോർബ് ചെയ്തിട്ട് ലൈക്ക് ഒന്നെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ കുറച്ച് കൂടുതൽ ഓൾഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ചില സമയത്ത് ലോങ് ടേമിൽ വിൽ ഗെറ്റ് സം അതർ ഇത്. സോ യാ, കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഡോണ്ട് മൈൻഡ്, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഐ മീൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ബ്ലഷ്. ഇനി കണ്ണിന് വേണ്ടിയിട്ട് ആദ്യം ഇഫ് യു ഡോണ്ട് യൂസ് മച്ച് ഐ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യു ക്യാൻ ജസ്റ്റ് ബൈ എന്തെങ്കിലും റെഗുലർ, എന്തെങ്കിലും ഒരു ഷിമ്മറുള്ള എന്തെങ്കിലും വാങ്ങിയാൽ മതി. എൻ്റെ ഇപ്പോൾ ഇതായിരിക്കുന്നത്, എനിക്കിത് മാറ്റണമെന്നുണ്ട്, പക്ഷേ ഐ ഡിഡ്ന്റ് ബൈ അനദർ വൺ യെറ്റ്. ആസ് യു ക്യാൻ സീ ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡ്, വിച്ച് ഇസ് ജസ്റ്റ് ഒരു ഷിമ്മർ പോലത്തെ ഒരു ഇത് ഉണ്ടോ. ഇത് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലൊരു പേരിന് വേണ്ടിയിട്ടുള്ളൊരു ഷിമ്മർ ആഡ് ചെയ്യും. ഇത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് കണ്ണിൻ്റെ മുകളിൽ എനിക്ക് ഷിമ്മർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേ ബി ബിക്കോസ് ഞാൻ ഭയങ്കര നമ്മുടെ പേഴ്സണാലിറ്റി ഓൾസോ ഇത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾക്ക് ഇഫ് യു ആർ എ സൈലൻറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് അത്ര ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ടേക്ക് മീ ഇൻ എ റോങ് വേ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഐ ലൈക്ക് ഇങ്ങനത്തെ ഗ്ലിറ്റർ, ഐ ലൈക്ക് ഷിമ്മറി തിങ്സ്, എനിക്ക് പിങ്കി തിങ്സ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ജസ്റ്റ് ഇത് വെച്ച് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു ഷിമ്മർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ദ നെക്സ്റ്റ് തിങ് വിച്ച് ഐ ഡു ഇസ് ദിസ് ഇസ് മൈ ഹൈലൈറ്റർ. ഓക്കെ, ദിസ് ഇസ് ഫ്രം ഷീനിന്ന് ഞാൻ പണ്ട് വാങ്ങിയായിരുന്നു ഇതൊക്കെ. ഞാൻ എപ്പോഴും ഇത് വാങ്ങിയ ഐ തിങ്ക് ദ ഫസ്റ്റ് ടൈം എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്യണമെന്ന് എന്തോ പറഞ്ഞൊരു സമയത്ത് ഞാൻ ഷീനിന്ന് ഇത് വാങ്ങിയതാണ്. എവർ സിൻസ് ഐ കനോട്ട് സ്റ്റോപ്പ് യൂസിങ് ഇറ്റ്. മേ ബി ഐ ചേഞ്ച് ഇറ്റ്. ഓക്കെ, കാരണം ഇത് അത്ര നല്ല ബ്രാൻഡൊന്നും അല്ല, എസ്പെഷ്യലി ഫോർ സ്കിൻ ഇത് അത്ര നല്ല ബ്രാൻഡ് അല്ല. യു ഡോണ്ട് ഹാവ് ടു ബൈ ദിസ്, യു ക്യാൻ ബൈ അനദർ വൺ. ഞാനിത് തീർന്നു കഴിഞ്ഞാൽ ബൈ അനദർ വൺ. ഐ ഫീൽ കന്ന ഇത്, പക്ഷേ ഒബ്വിയസ്ലി യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഞാൻ കുറച്ചെടുക്കും, ഞാൻ ജസ്റ്റ് എൻ്റെ ചീക്ക് ബോണിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യും. ദിസ് ഹാസ് ഒരു ക്രോം എഫക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെ തിരിയാൻ നേരത്ത് പിങ്ക്, ഇങ്ങനെ തിരിയാൻ നേരത്ത് ഒരു നല്ലൊരു വൈറ്റ് പോലത്തെ ഒരു ഗ്ലിറ്റർ കിട്ടും. സോ ദാറ്റ്സ് വൈ ഐ യൂസ് ദിസ്. ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ്. ഓക്കെ, പക്ഷേ ഐ ജസ്റ്റ് ലവ് ദ കളർ, സോ പ്രോബ്ലി അതായിരിക്കും. ഐ ഓൾസോ പുട്ട് കുറച്ച് ഓൺ മൈ ഇന്നർ കോർണർ, ജസ്റ്റ് ഒരു എന്ന് ഞാൻ മേക്കപ്പ് ഇട്ട് വന്നു എന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ ഓൾസോ ടേക്ക് സം, ഐ പുട്ട് ഇൻ അണ്ടർ മൈ ഐബ്രൗസ്, ജസ്റ്റ് ഈ ഒരു ഇവിടെ ആയിട്ട്. അഗൈൻ ലൈക്ക് എനിക്ക് ഗ്ലിറ്ററൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ വേറെ എങ്ങും ഹൈലൈറ്റർ ഇടാറില്ല. മേ ബി കുറച്ച് ഓൺ മൈ നോസ്, ഇത്രയേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, I forgot to put my sunscreen. ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. സോ ആഫ്റ്റർ യു ഫിനിഷ് യുവർ മോയ്സ്ചറൈസിങ് യു നീഡ് ടു പുട്ട് യുവർ സൺസ്ക്രീൻ. forgot. ഇതാണ് വീഡിയോ എടുക്കാനായിട്ടിരിക്കാൻ നേരത്തെ മിക്ക സാധനങ്ങളും മറന്നു പോകും. ബട്ട് എനിവേസ് ഇത്രയാണ് ചെയ്യുക. ഇതിന് ശേഷം ഐ ടേക്ക് മൈ ഐ ലൈനർ, വിച്ച് ഈസ് എല്ലാ മലയാളികളുടെയും കൂട്ടുകാരിയായിട്ടുള്ള ലാക്മി. ഐ ടേക്ക് ദിസ് ആൻഡ് ദിസ് വിൽ ആക്ച്വലി ലാസ്റ്റ് ഫോർ ക്വൈറ്റ് സം ടൈം. സോ അധികം എന്താ പറയുക, എല്ലാ മാസവും ഇരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദിസ് വിൽ ആക്ച്വലി ലാസ്റ്റ് ഫോർ സം ടൈം. സോ ഞാൻ ലൈനർ എഴുതാൻ പോവുക. വാട്ട് ഐ യൂഷ്വലി ഡു വിത്ത് മൈ ലൈനർ ഇസ്, ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കും, എന്നിട്ട് അത് ഫില്ല് ചെയ്യും, ലൈക്ക് ഒരു ട്രയാങ്കിൾ പോലെ. ലൈൻ, ഫിൽ. ദിസ് ഇസ് വാട്ട് ഐ ഡു. ഇനി ഇത് ഞാനൊന്ന് ബ്ലാക്ക് ആക്കും. എനിക്ക് എൻ്റെ മുഖത്ത് ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ ദിസ് ടൈം ഞാൻ നാട്ടിൽ പോകാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് ജിക്കയുടെ കണ്ണിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഐ ഡോണ്ട് നോ എന്ത് ചെയ്ത് വേറെ ഒരാളുടെ കണ്ണിൽ ട്രൈ ചെയ്യാൻ നേരത്തെ ഐ ഡോണ്ട് നോ വരത്തില്ല. ബട്ട് എനിവേസ് ഇത്ര ഞാൻ ചെയ്തുള്ളൂ. ഞാൻ മുകളിൽ കൂടെ വരയ്ക്കത്തുള്ളൂ, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദാറ്റ് മേക്സ് മൈ ഐ റിയലി സ്മോൾ. ഞാൻ ഒന്നാമത് കുഴിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കണ്ണ് പിന്നെയും ചെറുതാക്കാൻ താല്പര്യമില്ല. ഇപ്പുറത്തെ സൈഡിലും ലൈൻ ആൻഡ് ഫില്ലറ്റ്, ലൈൻ, പിന്നെ ഇങ്ങനെ ഇതാക്കുക, പിന്നെ ലൈക്ക് ഫില്ലറ്റ്. എനിക്ക് മുകളിൽ എഴുതുന്ന ഇഷ്ടമല്ല, സോ ഞാൻ മുകളിൽ എഴുതത്തില്ല.
പിന്നെ another thing which I do is ഈ ഇന്നർ കോർണറിലില്ലേ അവിടെ എനിക്കൊന്ന് ഒന്ന് യോജിപ്പിക്കാൻ ഇഷ്ടം. ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഗിവ്സ് ഒരു നൈസ് ഷേപ്പ് ടു യുവർ ഐ. ഇറ്റ് ഈസ് നോട്ട് ഭയങ്കര വലിയൊരു ചേഞ്ച്, പക്ഷെ എന്നാലും യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. I don't know, I think people call it siren eye or അങ്ങനത്തെ എന്തോ ഒരു സാധനം. പക്ഷേ this is how I like it. ഇതാണ് എനിക്ക് കണ്ണിൽ ഇഷ്ടം. The next thing which I do is മസ്കാര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മസ്കാര ഇടുന്നത്. ലൈക്ക് ചില ദിവസം ഞാൻ മേക്കപ്പും കൺസീലറും ഒന്നും ഇട്ടില്ലെങ്കിലും ഐ ഓൾവേസ് പുട്ട് മസ്കാര ബിക്കോസ് ഐ ഫീൽ ലൈക്ക് എൻ്റെ കണ്ണത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആക്കുമെന്ന്. There's another thing which I usually use to curl my lashes, which is this one too. I have this, പക്ഷേ again since this is ഒരു റിയലിസ്റ്റിക് മേക്കപ്പ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. പ്ലസ് ഐ ഫീൽ ലൈക്ക് ഇത് ചെയ്ത ആ ഒരു സമയത്തേക്ക് കണ്ണിൻ്റെ കൺപീലി ഇങ്ങനെ നല്ലതായിട്ട് കേൾ ആയിട്ടിരിക്കും. പക്ഷേ ഐ തിങ്ക് ആഫ്റ്റർ സം ടൈം അത് തിരിച്ചങ്ങ് വീഴും. ഐ ഡോണ്ട് നോ, ഓർ മേ ബി എൻ്റെ കൺപീലി ഭയങ്കര സ്ട്രെയിറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ, ഫോർ സം റീസൺ എനിക്കതത്ര ഐ മീൻ എന്താ ഇപ്പം പറയുക, എനിക്കെന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ കളർ എടുത്തുകൊണ്ട് പോകത്തില്ല, മനസ്സിലായോ? പക്ഷെ ഐ ടേക്ക് മൈ കൺസീലർ ആൻഡ് റൺ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും മസ്കാര ഇടാൻ അറിഞ്ഞിരിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മേക്സ് സച്ച് എ ഹ്യൂജ് ഡിഫറൻസ് ടു യുവർ ഫേസ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ് ടുഡേ. ആൻഡ് ദ വൺ വിച്ച് ഐ ബൈ ഇസ് അഗൈൻ ഫ്രം സെഫോറ. ഇത് സെഫോറയുടെ ബ്രാൻഡാണ് കേട്ടോ. ഐ ഹാവ് പ്രിറ്റി മച്ച് ട്രൈഡ് എവറിത്തിങ്. ഓക്കെ, എവറിത്തിങ് ആസ് ഇൻ എവറിത്തിങ് ആസ് ഇൻ ലൈക്ക് സെഫോറയെന്ന് ഞാൻ കുറേ ബെനിഫിറ്റിൻ്റെ തന്നെ എന്തൊരു ബിഗ് ബാങ് മസ്കാര എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഔട്ട് ഓഫ് ഓൾ ദിസ് ഈസ് റിയലി അമേസിങ്. ദ ഓൺലി പ്രോബ്ലം ഈസ് ഇത് ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിർത്തരുത്. ഐ മീൻ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട് കമ്പയർഡ് ടു ലൈക്ക് ബാക്കി ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തത്. ദിസ് ഹാസ് ഒത്തിരി ഇൻ ഇറ്റ്. സോ ഒരു കോട്ട് ഇടുന്നതിന് പകരം ലൈക്ക് പുട്ടൊരു 3 coats ഡൺ, അത്രയേ ഉള്ളൂ. ആൻഡ് അനദർ തിങ്, ഓക്കെ, ദിസ് ടൈം ഞാൻ നാട്ടിൽ പോകുന്നിടത്ത് ഒബ്വിയസ്ലി ഞാൻ രേഷ്മയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയതാണ്. സോ അവിടെ ഞാൻ എൻ്റെ ഈ മേക്കപ്പ് ബാഗ് വെച്ച് ഇങ്ങനെ ഇത് എൻ്റെ ടൂൾ കിറ്റ് പോലായിരുന്നു ഞാൻ നടന്നിരുന്നത്. ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് റിയലി നൈസ് വെൻ ഓൾ മൈ തിങ്സ് ആർ ഇൻ 1 bag, സോ ദാറ്റ് ഞാൻ 10 ബാഗ് എടുക്കാനായിട്ട് പോകണ്ട. മാത്രമല്ല ഐ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, സോ ഞാനാണെങ്കിൽ ഇപ്പം എന്തേലും ഇതിൻ്റെ അകത്ത് ഐ മീൻ ഒബ്വിയസ്ലി കുറേ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കമത്തി നോക്കിയാൽ മതി. സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു ലൈക്ക് അണ്ടർസ്റ്റാൻഡ്. സോ ഐ ഡോണ്ട് നോ, ഐ ലവ് അങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ബാഗ്സ്. ഇറ്റ്സ് സോ നൈസ്, സോ കൺവീനിയൻറ്റ്. ഇപ്പോൾ ഈ ക്യാമറയിൽ ആ ഡിഫറൻസ് കണ്ടില്ലെങ്കിലും നേരിട്ട് കാണാൻ നേരത്ത് യു വിൽ സീ ദ ഡിഫറൻസ്. എൻ്റെ മുഖത്ത് എന്ത് കണ്ടില്ലെങ്കിലും എൻ്റെ കൺപീലി പൊങ്ങിക്കുന്നത് കാണും. ഐലാഷ് കളറിൻ്റെ ഒരു ലുക്ക് വരാനായിട്ട് ഞാൻ എപ്പോഴും മുകളിലോട്ട് പൊക്കിയിട്ടാണ് മസ്കാര എഴുതുക. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ എ ഡിഫറൻസ്, ബട്ട് ഐ ഡെഫിനറ്റ്ലി ക്യാൻ സീ എ ഡിഫറൻസ്. ഇനി അടുത്തത് മൂവിങ് ടു മൈ ലിപ്സ്. സോ ലിപ്സിൽ യൂഷ്വലി എല്ലാവരും ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, യെസ്. അപ്പം അതിനു മുമ്പ് ഞാൻ കുറച്ചുകൂടെ ലിപ് ബാം ഇടുവേ. ബിക്കോസ് ഇപ്പം മുഖത്ത് ചുണ്ടിൽ മൊത്തം ഫൗണ്ടേഷന് അത് ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇതിടും. ആൻഡ് അഗൈൻ ഇതൊരു റിയലിസ്റ്റിക് ആയതുകൊണ്ട് ചുമ്മാ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. പക്ഷെ അതല്ലാണ്ട് ഇഫ് യു വാണ്ട് മേക്ക് ഇറ്റ് എ ലിറ്റിൽ എക്സ്ട്രാ വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലൈൻ യുവർ ലിപ്സ്. It doesn't have to be perfect, okay? The reason why I do this is because usually നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് ലിപ് പെൻസിൽ വെച്ച് വരയ്ക്കാൻ നേരത്ത് അത് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ വരഞ്ഞ് അങ്ങനെ വരത്തില്ല. ബിക്കോസ് ഒബ്വിയസ്ലി ചുണ്ടിങ്ങനെ സ്ലൈഡി പോലെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട്. സോ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് ഞാനാണെങ്കിൽ ലിപ് ലൈനർ വെച്ച് കുറച്ചൊന്ന് എഴുതും. സോ ദാറ്റ് ഞാൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ നേരത്തോ ഇങ്ങനെ നക്കി എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി അത് ഞാൻ തിന്നും, പക്ഷെ ലിപ് ലൈനർ വെച്ച് എഴുതുന്നതുകൊണ്ട് ചുണ്ടിൽ കുറച്ചുകൂടെ ഒരു ചുമപ്പ് ഒരു മയം കിടക്കും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓക്കെ, ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഐ ഫീൽ ലൈക്ക് റെഡ് അല്ലെങ്കിൽ പിങ്ക് ലിപ് ലൈനറൊക്കെ ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ഇട്ടിട്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, ഒരു നൂഡ് ഷെയ്ഡാണ് കേട്ടോ. I was not a fan of this before, but now I think I'm kind of like getting used to it. So ഇത് മാക്കിൻ്റെ ആണ്. This is the shade Iconic Photo 685. I don't know.
കുറച്ച് ഞാൻ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കും. ഈ ഒരു ഡിഫറൻസ്. ഇത് ഞാൻ ലിപ് ലൈനർ അല്ലാണ്ട് മാത്രം ഇടാൻ നേരത്തിൽ ബിക്കം ഭയങ്കര ബ്രൗൺ ആൻഡ് ഐം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ് ബ്രൗൺ. പക്ഷേ ഐ ലൈക്ക് റെഡ് ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. സോ അതാണിത്. ഇത് മാറ്റും ഇതിൽ ഗ്ലോസ് ബാമും എല്ലാം ഇട്ടേക്കുന്നുണ്ട്. ഈ ഹുദ ബ്യൂട്ടിയുടെ ഞാനിത് യൂസ് ചെയ്താൽ ആ ടിപ്പിൽ ആ കളറാവും. സോ ഐം ഗോണ യൂസ് റെയർ ബ്യൂട്ടി. സോ ഇതാണ് എൻ്റെ മുഖം. ഇനിയും എൻ്റെ ഐബ്രൗസ് എൻ്റെ എപ്പോഴും തിക്കായിട്ടുള്ള ഐബ്രൗസ് ആണ് കേട്ടോ. എനിക്കൊന്ന് ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഐബ്രൗസ് ഭയങ്കര തിക്കാണ്. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ അമ്മയുടെ ഐബ്രൗസും ഭയങ്കര തിക്കാണ്. ഞാൻ മൈക്രോ ബ്ലേഡിങ്ങോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെയൊക്കെ ഐ യൂസ് ടു മേക്ക് മൈ ഐബ്രൗസ് റിയലി തിൻ. ഓക്കെ, ബിക്കോസ് ഐ തോട്ട് എല്ലാവരുടെയും തിന്നാണല്ലോ, എന്നാൽ പിന്നെ ലെറ്റ് മീ മേക്ക് മൈൻ ഓൾസോ തിൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെ തിക്ക് ബ്രൗസ് വരത്തില്ല, റൈറ്റ്? എല്ലാവർക്കും തിൻ ബ്രൗസ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും തിക്ക് ബ്രൗസ് കാണത്തില്ല. സോ എനിക്ക് ദൈവം അങ്ങനെ ഒരു തിക്ക് ബ്രൗസ് തന്നതുകൊണ്ട് വൈ നോട്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്നായി എനിക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ ബ്രൗസ് ഇപ്പം തിക്കായിട്ട് ഞാൻ വെക്കാൻ നോക്കുന്നത്. ഇത് ആക്ച്വലി ഒന്നും അല്ല, എനിക്ക് ഇതിനെക്കാട്ടിലും തിക്കായിട്ട് വരും. സോ വാട്ട് ഐ യൂഷ്വലി ഡൂ ഇസ്, ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് കുറച്ച് വെള്ളം ഒന്ന് അടിച്ച് ഞാനൊന്ന് ഇതാക്കും. ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ലൈക്ക് റിമൂവ് ഫൗണ്ടേഷൻ്റെ എക്സ്ട്രയോ അല്ലെങ്കിൽ കൺസീലറിൻ്റെ എക്സ്ട്രയോ അതിൽ ആയത്. ആൻഡ് ഞാൻ അതിൽ വരയ്ക്കാനൊന്നും നിൽക്കത്തില്ല, ബിക്കോസ് ഞാനത് ബ്ലാക്ക് വല്ലതും ആക്കിയ ഒരുമാതിരി ആയിരുന്നു, ഭയങ്കര അങ്ങ് ബ്ലാക്ക് ആവും. ആൻഡ് ഐം നോട്ട് എ ഫാൻ ഓഫ് ദാറ്റ് ഇസ് വെൽ. യപ്പ്, ദാറ്റ്സ് വെരി മച്ച് ഇറ്റ് ഗൈസ്. ഞാനാണെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. So this is pretty much it, guys. Idan and the final look. I hope you guys enjoyed it. If you did, don't forget to like, share and subscribe, and I will see you on my next video. Till then, bye.